ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ അസത്യ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ വി.കെ. വിജയൻ. പത്രക്കുറിപ്പിലൂടെയാണ് ചെയർമാൻ ഈ വിശദീകരണം നൽകിയിട്ടുള്ളത്. ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്തി തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ ക്രമക്കേടുകൾ എന്ന രീതിയിൽ ചില പത്ര, ദൃശ്യ, സാമൂഹിക മാധ്യമങ്ങൾ വഴി അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അറിയിച്ചു. ദേവസ്വത്തിൽ നിന്ന് ഒരു തരി സ്വർണമോ വിലപ്പെട്ട മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. ദേവസ്വം ശേഖരത്തിലുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ളവയും കൃത്യമായി സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വസ്തുത ഇതായിരിക്കെ സത്യവിരുദ്ധമായ പ്രചാരണത്തിലൂടെ ഭക്തസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കത്തിൽ ദേവസ്വം ഭരണസമിതി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. 2019 ഗുരുവായൂർ ദേവസ്വത്തിൽ ആനക്കൊമ്പ് മുറിച്ചതിന് തുക നൽകിയെങ്കിലും ആനക്കൊമ്പ് സ്റ്റോക്കിലില്ല എന്നത് തീർത്തും അപഹാസ്യകരമായ വാർത്തയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുൻകൂർ അനുമതിയോടെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കിയുമാണ് ആനക്കൊമ്പ് മുറിക്കുന്നത്. ചെരിഞ്ഞാനകളുടെ കൊമ്പുകളും വനംവകുപ്പ് ഏറ്റെടുക്കുന്നുണ്ട്. ഇതിന്റെ മഹസറാണ് സൂക്ഷിക്കുന്നത്. കൊമ്പ് മുറിക്കുന്നതിന്റെ ചിലവ് ദേവസ്വം വഹിക്കുന്നു. അതിനാലാണ് കൊമ്പ് മുറിക്കുന്നതിന്റെ ബില്ല് പാസാക്കി അനുവദിക്കുന്നത്. ഓരോ ദിവസവും ക്ഷേത്രത്തിൽ കിലോ കണക്കിന് കുങ്കുമപ്പൂ ലഭിക്കുന്നുവെന്ന മാധ്യമ വാർത്ത പൂർണ്ണമായും ലേഖകന്റെ ഭാവന മാത്രമാണ്. ഇതിന് സത്യവുമായി ഒരു ബന്ധവുമില്ല. ക്ഷേത്രത്തിൽ സമർപ്പിച്ച 2000 കിലോ തൂക്കമുള്ള ഉരുളി കാണാനില്ല എന്ന വാർത്തയും തീർത്തും സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. മാധ്യമങ്ങളുടെ കിടമത്സരത്തിന്റെ ഭാഗമായി ദേവസ്വത്തെ അവഹേളിക്കുന്നതിനും ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വാർത്ത സൃഷ്ടിച്ച് ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ വിശദീകരിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.